ശ്രീ ബി ഡി ടി ആചാരി, വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിനുള്ള പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നു. അസംബന്ധമായ ആരോപണങ്ങളാണ്. 2024 ഡിസംബറിൽ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന്റെ തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. വിവരങ്ങളെല്ലാം വെബ്സൈറ്റിലുണ്ട്. വീണ്ടും ഇത് തുടരുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ ഒരു സംവിധാനത്തെ അപമാനിക്കുന്നതിന് തുല്യം എന്ന നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളോട്, വിമർശനങ്ങളോടുള്ള അങ്ങയുടെ പ്രതികരണം? രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷന് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. എന്നാൽ നമ്മൾ ഈ പേപ്പർ വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത്, അതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ റേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ അതിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കേണ്ട ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. രാഹുൽ ഗാന്ധി ഒരു ഓർഡിനറി ഒരു സിറ്റിസൺ എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹം ലോക്സഭയിലെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ കൂടിയാണ്. അപ്പം നാച്ചുറലി അദ്ദേഹം കൂടെ ഈ കാര്യങ്ങൾ റേസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പുച്ഛിച്ച് തള്ളാൻ പറ്റില്ല. അതിൽ അന്വേഷിക്കണം. നമുക്കറിയത്തില്ലല്ലോ ഫാക്ട്സ് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ 5 വർഷത്തിനിടയ്ക്ക് 31 ലക്ഷം ആളുകളുടെ വർധന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 5 മാസം കൊണ്ട് 41 ലക്ഷമായി എന്ന് പറയുന്നു. ഇതൊക്കെ ഫാക്ട്സ് കൊണ്ട് വെരിഫൈ ചെയ്യാവുന്ന സംഗതികളാണ്. അപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇലക്ഷൻ കമ്മീഷന് കൗണ്ടർ ചെയ്യാൻ വയ്യാത്തതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഈ നാട്ടിൽ ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ബാധ്യത ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ക്രെഡൻഷ്യൽസ് നമ്മൾ പരിശോധിച്ചാൽ തുടങ്ങിയപ്പോൾ മുതൽ 1952 ഇലക്ഷൻസ് മുതൽ ഇങ്ങോട്ട് എല്ലാ ഇലക്ഷൻസിലും വളരെ ക്രെഡിറ്റബിൾ പെർഫോമൻസ് കാണിച്ചിട്ടുള്ള ഒരു ബോഡിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ചില ആരോപണങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ആരോപണങ്ങൾ വയ്ക്കുന്ന ആൾ വളരെ സീരിയസ് ആയിട്ട് ഉള്ള ആരോപണങ്ങളെ വയ്ക്കാവൂ. ഫാക്ച്വൽ ആയിട്ടുള്ള ബേസിസ് ഉണ്ട്. അതിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊരു ട്രയൽ റൺ പോലെ നടന്നു എന്നതാണ്. അതായത് ഒരു ഫിക്സിംഗ് എന്ന നിലയ്ക്ക് BJPക്ക് സ്വാധീനം കുറവുള്ള സ്ഥലങ്ങളിൽ എന്ന് തോന്നിക്കുന്ന സ്ഥലങ്ങളിൽ BJPക്ക് ജയിക്കാൻ ആവശ്യമായ നിലയിലൊക്കെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ വരുത്തി അത് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പ്രാവർത്തികമാക്കാൻ പോകുന്നു. അങ്ങനെ ഒരു നീണ്ട കാലത്തേക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്നൊരു സൂചനയൊക്കെയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. അത്രയുമൊക്കെ ആ ആരോപണങ്ങൾ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മാത്രം ഒരു തെളിവുകൾ നിരത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം അത് വെക്കേണ്ടതാണ് ഇലക്ഷൻ കമ്മീഷനിൽ. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നുള്ളത് എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. കാരണം എനിക്ക് പൊളിറ്റിക്സിൽ യാതൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഈ മാതിരിയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഇന്റഗ്രിറ്റിക്കെതിരായിട്ട് ഉയർത്തപ്പെടുന്ന ആരോപണങ്ങൾ അവ സൂക്ഷ്മമായി പരിശോധിക്കുകയും അവയ്ക്ക് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ട്. യാതൊരു വിധമായ ശങ്കയും ഒരു സംശയവും മനുഷ്യന്റെ മനസ്സിലുണ്ടാകാത്ത രീതിയിൽ അതിനുള്ള മറുപടി കൊടുക്കേണ്ട ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. അതൊരു കാര്യം. അതിനെക്കുറിച്ച് എനിക്ക് അത്രയും കാര്യമേ പറയാനുള്ളൂ. മറ്റൊരു കാര്യം അതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്, ഇപ്പം ആ ആർട്ടിക്കിളിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2024 ഈ നമ്മുടെ ഇലക്ഷൻ റൂൾസ് ഉണ്ട്, ഈ കോണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. അത് ഇലക്ഷനെ സംബന്ധിക്കുന്ന ഇലക്ഷൻ നിയമങ്ങൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടങ്ങളാണിത്. അപ്പം ഈ ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ വർഷം. അതായത് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ടിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ ഇലക്ട്രോണിക് ഡേറ്റ, CCTV ഫുട്ടേജ്, വീഡിയോഗ്രാഫി എന്നൊക്കെ ഉള്ള സംഗതികളൊക്കെ ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് എന്നൊരു ഓർഡർ അവർ ഇറക്കിയിരുന്നു. അപ്പോൾ അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് ഒരു അമെൻമെൻറ്റ് വരുത്തി. ഇത് വളരെ
ഒരു ഒരു കാതലായ ഒരു അമെൻമെൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതായത് ഈ റൂൾ 93 യുടെ രണ്ടാമത്തെ സബ് റൂളിൽ വരുത്തിയ ഒരു മാറ്റമാണ്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഡോക്യുമെന്റ്സ് പബ്ലിക്കിന് ആക്സസിബിൾ അല്ല, അതൊരു കോർട്ടിന്റെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാനാവൂ. ഇപ്പോൾ കൗണ്ടർ ഫോയിൽ, യൂസ്ഡ് ബാലറ്റിന്റെ കൗണ്ടർ ഫോയിൽ, അൺയൂസ്ഡ് ബാലറ്റും കൗണ്ടർ ഫോയിലും, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതെല്ലാം കോർട്ടിന്റെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാനാവൂ. അതേസമയത്ത് തന്നെ മറ്റ് പേപ്പേഴ്സ് എല്ലാം പബ്ലിക്കിന് ആക്സസ് ഉണ്ടായിരിക്കണം എന്ന് ഈ റൂൾ 93-യിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഒരു അമെൻമെന്റ് വരുത്തിയിരിക്കുന്നത്. അതർ പേപ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതർ പേപ്പേഴ്സ്, ഓൾ അതർ പേപ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എക്സോസ്റ്റീവായിട്ടുള്ള ഒരു ടേമാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ അതർ പേപ്പേഴ്സ് ഷാൽ ബി ആക്സസിബിൾ ടു ദ പബ്ലിക് എന്ന് പറയുന്നു. അപ്പോൾ അതർ പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ആണ് ഈ അമെൻമെന്റ് വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റിന്റെ അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതർ പേപ്പേഴ്സ് പ്രൊവൈഡഡ് ഫോർ ഇൻ ദി റൂൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഇലക്ട്രോണിക് ഡേറ്റയെ കുറിച്ച് വ്യക്തമായി, ഇപ്പോൾ CCTV ഫുട്ടേജിന്റെ കാര്യമായാലും വീഡിയോഗ്രാഫി, അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തത്. രാത്രിക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷമുള്ള CCTV ദൃശ്യങ്ങളടക്കം പങ്കുവയ്ക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലായി വന്ന ആവശ്യം. വളരെ നന്ദി ശ്രീ PDT ആചാര്യ. അദ്ദേഹം ഒരു രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമാകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ആദ്യം നമ്മൾ കൂടുതൽ സമയം പോയത്. വളരെ നന്ദി.